ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞാനും സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു. ചോറ് ഇച്ചിരി കുക്കറിനകത്തിട്ട് ചോറ് വെച്ചിട്ടുണ്ട്. ഇനിയും പിന്നെന്താ, ഒരു ഉള്ളി തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉള്ളി തോരൻ വയ്ക്കാനായിട്ട് ഉള്ളിയല്ല, ചെറിയ ഉള്ളിയല്ല, സവാള, അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അത് തന്നെയല്ലേ, ചെറുള്ളി ഇല്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് തോരൻ വയ്ക്കാം. പിന്നെ അതിപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ. പെട്ടെന്ന് ഒരു ഉള്ളിത്തോരൻ വെച്ചാലോ, ആരൊക്കെയോ ഉള്ളിത്തോരൻ വയ്ക്കുന്ന വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. അപ്പം ഇന്നിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ തോന്നി, ഒരു ഉള്ളിത്തോരൻ വെച്ചാലോ എന്ന്. പെട്ടെന്ന് എന്നിട്ട് ഇത് അരിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയൊക്കെ ചേർത്ത് നമുക്കൊരു തോരനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇന്ന് കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ഒത്തിരി ലെങ്ത് ആണെന്നൊക്കെ. എനിക്കറിയായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച് കാണുന്നവർ സ്കിപ്പ് ചെയ്ത് കാണുന്നവരങ്ങനെ കണ്ടോട്ടെ. അപ്പോൾ എങ്ങനെയും ഇഷ്ടമുള്ളവരെ ഉണ്ടായാണ് അതൊക്കെ ഉണ്ടോ വിചാരിച്ചാണ് ഞാൻ അത് പിന്നെ ഷോർട്ടാക്കാൻ പോകാഞ്ഞത്. പിന്നെ അത് തന്നെയല്ല, ഇതുപോലെ ഓരോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എൻ്റെ കമൻറ്റിലൂടെ എന്നെ നിങ്ങൾ അറിയിക്കണം. എനിക്ക് ഒത്തിരി സന്തോഷമാണ് അതൊക്കെ. നമ്മുടെ പോരായികളൊക്കെ അതുപോലെ ചെയ്യണോ, ഇതുപോലെ ചെയ്യണോ, അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് കൂടുതലാണ്, പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ഇതാ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞു. പിന്നെ ഒരു 2-3 പച്ചമുളക് അതും കൂടെ അരിഞ്ഞിട്ടു. 2-3 പച്ചമുളക് അരിഞ്ഞു. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ടേ. വെറുതെ ഒരു ഫ്ലേവറൊക്കെ ഇരുന്നോട്ടെ. ഇഞ്ചിയല്ലേ, നല്ലതല്ലേ, ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇഞ്ചി ഇട്ടു. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണേ. ഇതൊക്കെ സ്പൂണൊക്കെ എടുത്ത് വെക്കുന്നതിന് മുമ്പേ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ചീനച്ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ടേ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ഇച്ചിരി കറിവേപ്പില ഇടാം. ഓക്കെ, കുറച്ച് കറിവേപ്പില, ഓക്കെ. അപ്പോൾ ഞാൻ ഒരു ഇച്ചിരി ഇഞ്ചി, ഇച്ചിരി ഇച്ചിരി സവാളയും പിന്നെ ഇതുപോലെ 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചതച്ചെടുക്കട്ടെ. അത് ചതച്ചെടുത്തിട്ട് എന്തിനാണെന്നായിരിക്കും അല്ലേ, കുറച്ച് തൈരുണ്ട്. അപ്പോൾ നമുക്ക് പച്ചമോരായിട്ട് അതെടുക്കാം. ഞാൻ ഇഞ്ചി, പച്ചമുളക്, സവാളയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് തൈരും ഉപ്പും കൂടെ ഇടാം. ഓക്കെ. പിന്നെ അയ്യോ, മീൻകറി എനിക്കിരിപ്പുണ്ടായിരുന്നു, ഫിഷ് മോൾ ഇരിപ്പുണ്ടായിരുന്നേ, അത് ഞാൻ മറന്നുപോയി. ഇപ്പോൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ നോക്കിയപ്പോഴാണ് ഇരിക്കുന്നത് കണ്ടത്. അപ്പം നമുക്ക് തൈരും കൂടി എടുത്തിട്ട് നമുക്ക് പച്ചമോരും ആക്കാം. പറയുന്നതിനിടയ്ക്ക് ചിലപ്പോൾ ഉള്ളി കരിഞ്ഞു പോകും, അതിനകത്തേക്ക് തയ്ക്കല്ലേ. തൈര്. അപ്പം നമുക്ക് തൈരും കൂടെ കുറച്ചിടാം. എന്നിട്ട് നമുക്ക് അതൊന്ന് ഉപ്പും കൂടെ ഇട്ടിട്ട്, കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് അതൊന്ന് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നല്ല കട്ടിയായിട്ടിരിക്കുന്ന. അതിനിടയ്ക്ക് ഞാൻ ഇതൊന്ന് നോക്കട്ടെ എന്തായി. ഇച്ചിരി കൂടെ ഒന്ന് വേകട്ടെ. അപ്പോൾ നമുക്ക് തൈര്, ഉപ്പിടട്ടെ. ഉപ്പിട്ടതായിരുന്നു ഞാൻ, അതായിരുന്നു തോന്നുന്നല്ലേ.
ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചത് നീട്ടി എടുക്കാം. കുറച്ചുകൂടെ ഞാൻ ഉപ്പിട്ടതായിരുന്നു. ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കാം. ഇച്ചിരി നീണ്ടിരുന്നോട്ടെ. പച്ചമോരൊക്കെ ആകുമ്പോൾ ഇച്ചിരിയും കൂടെ നീണ്ടൊക്കെ ഇരിക്കണമല്ലോ. ഓക്കെ, കാന്താരി ഇരിപ്പുണ്ടായിരുന്നു, അത് ചതച്ചിട്ടാലും മതിയായിരുന്നു. അതൊന്നുകൂടെ ടേസ്റ്റായിരുന്നു, പക്ഷേ ഓർത്തില്ല. അപ്പം ഉപ്പ് നോക്കാം അല്ലേ. ഉപ്പൊക്കെ കുഴപ്പമില്ല, കറക്റ്റാണ്, കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ളിക്കകത്ത് കുറച്ച് ഉള്ളിത്തോരനില്ലേ, കുറച്ച് തേങ്ങ ഇടണ്ടായി ഉടനെ ഇട്ടേക്കാം. അത് ഡീപ് റോസ്റ്റ് ചെയ്ത് വെച്ചതല്ലേ, ഇനിയിപ്പോൾ അത് എടുത്ത് ഫ്രിഡ്ജിലോ ഫ്രീസറിലൊക്കെ വെച്ചിരുന്നാൽ കൊള്ളില്ല. സോ നമുക്ക് ആ തേങ്ങ മുഴുവൻ ഇട്ടങ്ങോട്ട് തോരനകത്തേക്ക് എടുത്തിടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ തോരനൊക്കെ റെഡിയായി, ചോറ് റെഡിയായി, പച്ചമോര് റെഡിയായി. അങ്ങനെ എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചോറൊക്കെ എടുത്ത് കഴിക്കണ്ടേ. ഉപ്പുണ്ടെന്ന് നോക്കട്ടെ തോരന്. ഇച്ചിരി കുറവാണ്. പച്ചമുളകിന് നല്ല എരിവുണ്ട്, നല്ല എരിവാണ്. അപ്പോൾ നമുക്ക് ചോറൊക്കെ എടുത്താലോ. ചോറുണ്ടല്ലേ. ചോറ് സൈഡിലേക്ക് കുറച്ച് പച്ചമോര്, ഉള്ളിത്തോരൻ, പിന്നെ മീനുണ്ട്, ഫിഷ് മോളി ഉണ്ട് കേട്ടോ. ഫിഷ് മോളി. അതിനകത്ത് തക്കാളി എല്ലാം കൂടെ അങ്ങോട്ട് എടുത്തിട്ട്. ഓക്കെ, ഇത്രയും മതി. ഈ ഉള്ളിയുടെ എല്ലാം കൂടെ അത് മൂക്ക്. ഓക്കെ, അപ്പോൾ ഇന്ന് അച്ചാറൊന്നും വേണ്ട. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കറി. കണ്ടോ, ചോറും കറിയൊക്കെ. എല്ലാം കഴിക്കാൻ വരുന്നുണ്ടോ? കണ്ടോ. അപ്പോൾ കഴിക്കാൻ വരൂ, എല്ലാം റെഡി. നിങ്ങളാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വരൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ. താങ്ക്